ബി.ജെ.പിക്കും മോദി സർക്കാരിന് ഒരു വലിയ തിരിച്ചടി സമീപ ദിവസങ്ങളിലുണ്ടായി. അതായത് കേരളം കൊടുത്ത ഹർജി പിൻവലിച്ചാലേ ഇനി വായ്പ എടുക്കാൻ അനുവദിക്കൂ എന്ന് പറയുന്നൊരു നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു. സുപ്രീം കോടതിയാകട്ടെ അത് പൂർണ്ണമായും തള്ളിയെന്ന് മാത്രമല്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ വായ്പ എടുക്കാൻ അനുമതി നൽകേണ്ടിയും വന്നു. അപ്പോൾ ഈ തരത്തിൽ കേരളം രാഷ്ട്രീയമായും നിയമപരമായും കേന്ദ്രം നടത്തുന്ന ഈ ധനപ്രതിസന്ധി ശ്വാസം മുട്ടിക്കുന്ന നടപടിക്കെതിരെ നീങ്ങിയതിന് പ്രകടമായ മറുപടിയും ഉത്തരവും വരുന്നു. അത് ബി.ജെ.പിയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് തിരിച്ചടിയല്ലേ? മോദി സർക്കാർ കേരളത്തോട് കാട്ടുന്ന അവഗണന ജനങ്ങൾക്ക് മനസ്സിലാകും വിധം ഒരു പ്രശ്നം കൂടിയല്ലേ? ഒരിക്കലും ഒരു തിരിച്ചടിയല്ല. അതിലേക്ക് വരുന്നതിന് മുമ്പ് ശശിയേട്ടൻ പറഞ്ഞൊരു കാര്യത്തിലേക്ക് എനിക്ക് സൂചിപ്പിക്കാതെ പോകാൻ പറ്റില്ല. തല പണയം വെച്ചാലും ഇവിടെ പെൻഷൻ കൊടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ആരുടെ തലയാണ് പണയം വെക്കാൻ പോകുന്നത് അതുകൂടി ഒന്ന് പറയണം. ഇവിടുത്തെ സാധാരണക്കാരുടെ തലയാണ് പണയം വെക്കുന്നത്. പെൻഷനും സാധാരണക്കാർക്കാണ്. എങ്ങനെ? പെൻഷനും സാധാരണക്കാർക്കാണ്. അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ. ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ചാർജ് കൂട്ടിയില്ലേ, സാധാരണക്കാരൻ്റെ തലയാണ് പണയം വെക്കുന്നത്. ഇവിടുത്തെ നികുതി വർദ്ധിപ്പിക്കുന്നില്ലേ, സാധാരണക്കാരൻ്റെ തലയാണ് പണയം വെക്കുന്നത്. ഇവിടുത്തെ എക്സൈസ് ഡ്യൂട്ടി ഇവിടെ കൂട്ടുന്നില്ലേ, സാധാരണക്കാരൻ്റെ തലയാണ് പണയം വെക്കുന്നത്. അല്ലാതെ മന്ത്രിസഭയിൽ ആരുടെയും തല പണയം വെക്കുന്നില്ല. 57,000 കോടി രൂപ കുടിശ്ശികയുണ്ട് എന്ന് പറയുമ്പോൾ അത് തെളിവ് സഹിതമാണ് പറയേണ്ടത്. നിർമ്മലാ സീതാരാമൻ തിരുവനന്തപുരത്ത് വച്ച് അതിൻ്റെ കൃത്യമായ ക്ലാരിഫിക്കേഷൻ കൊടുത്തു. അതിനുശേഷമാണ് സുപ്രീം കോടതിയുടെ കോടതി വിധിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു. കോടതി വിധി എന്ത് പറഞ്ഞാലും നമ്മളത് കേൾക്കാനും അത് അനുസരിക്കാനും അത് നടപ്പിലാക്കാനും ബാധ്യസ്ഥരാണ്. ഒരിക്കലും നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടല്ല കേന്ദ്ര ഗവൺമെന്റ് പോകുന്നത്. കൊടുത്ത പണത്തിന്റെ കണക്ക് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ശ്വാസം മുട്ടിക്കുന്നു, പണം തരുന്നില്ല, ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടുത്തെ സാധാരണ ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കുന്നത്. മറ്റൊന്ന് ഒരു കാര്യം കൂടി പറയട്ടെ. ഇവിടുത്തെ സാധാരണക്കാരുടെ കാര്യം പറഞ്ഞു. ഞങ്ങൾ എത്രയോ പദ്ധതികൾ ഇവിടുത്തെ സാധാരണക്കാർക്ക് നേരിട്ട് കൊടുത്തു. നാളിതുവരെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സാധാരണക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് പണം ഇട്ടുകൊടുത്ത ചരിത്രം നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? നമ്മുടെ ബി.ജെ.പി പ്രതിനിധി പറഞ്ഞത് ശരിയാണെങ്കിൽ ഇക്കാര്യം നിങ്ങൾക്ക് കോടതിയിൽ പറഞ്ഞാൽ മതിയല്ലോ. ഇവർ കണക്ക് തരാത്തതുകൊണ്ടാണ് ഞങ്ങൾ പൈസ കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ പോലെ. അതല്ലല്ലോ പറഞ്ഞത്. അവിടെ നമ്മൾ സമ്മതിക്കേണ്ടി വന്നല്ലോ. ഈ നാട്ടുകാർ മുഴുവൻ സമ്മതിച്ചല്ലോ. 13,600 കോടി രൂപ നിങ്ങൾ കേസ് പിൻവലിച്ചാൽ തരാം എന്ന് പറഞ്ഞാൽ അത് ഏതാ മനോഭാവം? ഒരു ഫ്യൂഡൽ ജന്മിയുടെ മനോഭാവം? ഒരു അടിയാൻ സ്റ്റേറ്റും ഒരു ഉടയോൻ കേന്ദ്രവുമായി കാണുകയോ? ഇനി ഒരു കാര്യം ഒറ്റ കാര്യം കൂടി, ഇപ്പോഴും 4,000 കോടി രൂപ ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് അതൊന്നും സൗജന്യമല്ലാതെ കേരളത്തിന് കിട്ടാൻ അവകാശപ്പെട്ട കാര്യമാണ്. ഞങ്ങൾ സൗജന്യമാണ് ചോദിച്ചിരുന്നതെങ്കിൽ നിങ്ങൾ കേസ് പിൻവലിക്കാൻ പറഞ്ഞ ആ നിമിഷം പിൻവലിക്കില്ലേ? ഞങ്ങൾ എന്താ അറിഞ്ഞത്? കേസ് പിൻവലിക്കില്ല. ഇത് കേരളത്തിന് 10 രൂപ കിട്ടാനുള്ള കാര്യം മാത്രമല്ല, ഇന്ത്യയിലെ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഫെഡറൽ സാമ്പത്തിക അധികാരത്തിൻ്റെ പ്രശ്നമാണ്. അതാണ് ഞങ്ങൾ ഉന്നയിച്ചത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം, കേരളത്തിലെ കടത്തിനെ കുറിച്ചാണല്ലോ ബേജാറായത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കട എത്രയാണ്? 200 ലക്ഷം കോടി രൂപയാണ്. 200 ലക്ഷം കോടി രൂപ കടത്തിലായ കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേരള സംസ്ഥാനം വലിയ കടമെന്ന് പറയുന്നത്. ഇവിടെ 2.2% കടം, അവിടെ 5.6% കടം. എന്നിട്ടോ അവർക്ക് ഇഷ്ടം പോലെ നോട്ടച്ചടിച്ചെടുക്കാം, നോട്ട് നിരോധിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ സംസ്ഥാനത്തിന് അത്യാവശ്യത്തിന് വേണ്ട കാര്യത്തിന് പണം കടം ചോദിച്ചാൽ കടം വാങ്ങാൻ അനുമതി നിഷേധിച്ച് കേരളത്തെ ശ്വാസം മുട്ടിക്കുകയാണ്. ഇതിനോട് മുസ്ലിം ലീഗ് എടുത്ത സമീപനം എന്താ? കോൺഗ്രസ് എടുത്ത സമീപനം എന്താ? ഞാനും അടങ്ങുന്ന ആളുകൾക്കല്ലേ ഈ പെൻഷൻ കിട്ടാനുള്ളത്? അത് നമ്മുടെ കേരളത്തിൻ്റെ ആവശ്യമാണെന്ന് പറഞ്ഞ് ഒരുമിച്ച് നിൽക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞില്ല? നിങ്ങൾക്ക് എന്താണ് ബി.ജെ.പി നേതൃത്വത്തെ കാണുമ്പോൾ ഈ മുട്ടിലടി എന്തിനു വേണ്ടിയാണ്?